എന്താണെങ്കിലും കേരളത്തിൽ BJPക്ക് സ്വാധീനം കൂടുന്നതിൻ്റെ അനുരണനങ്ങൾ പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനജിയുടെ ശിഷ്യന്മാരാണ് തങ്ങളെന്ന് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളം പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത ഇത്തരം ജനപ്രതിനിധികൾ എങ്ങനെ ഒരു നാടിനെ നയിക്കുമെന്നാണ് ചോദ്യം. 100% സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമെന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സംശയവും വേണ്ട. ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ഒക്കെ ഒരു സാംസ്കാരിക ച്യുതിയിലേക്ക് കേരളം താഴ്ന്നു പോകും. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യരംഗത്തായാലും എല്ലാം കേരളം നേടിയിട്ടുള്ള ആർജിച്ചെടുത്തിട്ടുള്ള നമ്മുടെ പുരോഗതി എന്ന് പറയുമ്പോൾ അത് മൂർത്തമായ പുരോഗതി മാത്രമല്ല, ബൗദ്ധികപരമായും നമ്മൾ നേടിയിട്ടുള്ള, ബൗദ്ധികപരമായി നമ്മുടെ സമൂഹം ആർജിച്ചെടുത്തിട്ടുള്ള മുന്നേറ്റം, അതാണ് നമ്മുടെ സത്വബോധം എന്ന് പറയുന്നത്. മലയാളി എന്ന സത്വബോധത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ വെറും ഈ പറഞ്ഞ ഭൗതിക മൂർത്തമായ സംഗതികൾ മാത്രമല്ല, നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇവിടെ സ്വാധീനം വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ്. വോട്ടുകൊള്ളയിലൂടെയും കള്ളവോട്ടിലൂടെയും ഒക്കെ അധികാരത്തിൽ വരുന്ന വർഗീയവാദികൾ സന്ദേശമാണ്. ജനാധിപത്യത്തിൽ നിലനിൽക്കാൻ